നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു വചനമാണ് ഞാൻ വായിക്കുവാൻ പോകുന്നത്. സോമനച്ചാൻ്റെ ഫ്യൂണറൽ നടന്നപ്പോൾ ഞാനത് വായിക്കുകയും ഒരു സന്ദേശം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളത്തിൽ നിന്ന് അത് വിട്ടുമാറാതെ ഇങ്ങനെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതേ ദൈവവചനമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പ്രദേശത്ത് ഒരു മെസ്സേജ് കൊടുക്കണമായിരുന്നു. അവിടെ ഞാൻ ഇതാണ് പറഞ്ഞത്. ഇത് ദൈവമക്കൾ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഏറ്റവും സാവധാനതയോടെ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ വാക്കുകളാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? What good will it be for someone to gain the whole world, yet forfeit their soul? Or what can anyone give in exchange for their soul? എൻ്റെ ചിന്തകൾ ഉണർത്തപ്പെടുവാൻ ഉണ്ടായ കാരണം, ഈ വാക്യാംശം അവിശ്വാസികളോടുള്ള ബന്ധത്തിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. പക്ഷേ ഈ ടെക്സ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവിശ്വാസികൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇത് പ്രൈമറിയായി ശിഷ്യന്മാരോടാണ് കർത്താവ് പറയുന്നത്. ആ സാഹചര്യം എനിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുവാനും എനിക്ക് ആഗ്രഹമുണ്ട്. ശിഷ്യന്മാരോടാണോ കർത്താവ് ഇത് പറയുന്നത്? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ തന്നെത്താൻ നഷ്ടമാക്കിയാലെന്ന് പെന്തിക്കോസ്തുകാരോട് പറയുന്നു. ഇതാണ് എൻ്റെ ഉള്ളത്തിൽ വിട്ടുമാറാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ശിഷ്യന്മാരോട് പറയണമെങ്കിൽ ശിഷ്യന്മാരെവിടെയോ ഡിസ്ട്രാക്റ്റഡായി. നമ്മൾ ശരിക്കും യേശു വിഭാവന ചെയ്ത ആ റൂട്ടിൽ തന്നെയാണോ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പരിശോധിക്കണം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഒരു ഫ്യൂണറലിന് ഒരാൾ പ്രാർത്ഥനയോടെ വന്ന് ഒരു മെസ്സേജ് പറയുന്നു. അന്നേരം ചിലപ്പോൾ ശ്രദ്ധിക്കുമായിരിക്കാം. അത് കഴിഞ്ഞാൽ ഉടൻ നമുക്കടുത്ത പ്രോഗ്രാമാണ്. We are so busy, we have really no time to think about eternity. ഇനി ഒരു വിവാഹ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ച് ഒരുക്കപ്പെട്ട ഒരു ദൂതുമായിട്ട് ഒരാൾ വന്ന് പ്രസംഗിക്കുക. അതങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ പിന്നത്തെ എന്താ പ്രധാന വിഷയം? ഭക്ഷണം. അത് കഴിയുന്നതോടുകൂടി അതും കഴിഞ്ഞു. സഭയോഗം. ശക്തമായി നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന ഒരു ദൈവസഭയാണ്. പക്ഷേ ഇപ്പോഴത്തെ ചിന്ത, ഈ മഴ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് വീട്ടിൽ പോകാൻ ഒക്കും, വണ്ടി ഓടിക്കാൻ ഒക്കും. യോഗം അങ്ങോട്ട് കഴിയുന്നതോടുകൂടി we have just forgotten everything. ഇത് ഭയങ്കര ഡിസപ്ഷനാണ്. കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം, നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിതം ജീവിച്ചില്ലെങ്കിൽ you will be lost. It is serious, very serious. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമെന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ലെറ്റ്സ് ഗോ ആൻഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ദി കോണ്ടെക്സ്റ്റ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ നമുക്ക് തുടങ്ങാം. ഫിലിപ്പിന്റെ കൈസറിയ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവ് 2 പ്രധാനപ്പെട്ട ചോദ്യമാണ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്.
ലൂക്കോസിന്റെ സുവിശേഷം കൂടെ നമ്മൾ ചേർത്ത് പഠിച്ചാൽ അവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒന്ന്, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു? അതിനവർ മറുപടി പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. ഇവരോട് ചോദിക്കുക, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, അദ്ദേഹമാണ് അതിന് മുൻകൈയെടുത്ത് പറയുവാൻ പോകുന്നത്. ഏകദേശം 2 വർഷത്തോളം കർത്താവിൻ്റെ കൂടെ ഇവർ നടക്കുകയാണ്. കർത്താവ് നേരിട്ട് തിരഞ്ഞെടുത്തതാണ്. കർത്താവ് അവർക്ക് ശുശ്രൂഷകൾ കൊടുത്തു. കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷയും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവരാജ്യ സംബന്ധമായ ദൈവവചനമൊക്കെ നേരിട്ട് കർത്താവിൽ നിന്ന് കേട്ട ആളുകളാണ്. ഒരു ഫൈനൽ എക്സാമിനേഷൻ എന്നതുപോലെ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നതാണ്. അതിൻ്റെ 15-ാം വാക്യം, നിങ്ങളോ എന്ന് പറഞ്ഞാൽ ക്രൗഡ് പറയുന്നത് എന്താണെന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ് 16-ാം വാക്യം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഒരു പക്ഷെങ്കിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പീറ്റർ മുൻകൈയെടുത്ത് പറയുന്ന പ്രസ്താവനയാണ്. പത്രോസ് ഗ്രഹിച്ചു, ശിഷ്യന്മാരും ഗ്രഹിച്ചു, ദ ട്രൂ ഐഡന്റിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കേവലം ഒരു തച്ചന്റെ മകൻ, ഒരു തച്ചൻ മാത്രമല്ല ഇത്. ബാക്കിയുള്ളവർ പലതും പറയുന്നു, പക്ഷെ ഞങ്ങൾക്കറിയാം ഇതാരാണെന്ന്. ഞങ്ങളുടെ മുൻപിൽ ഈ മനുഷ്യവേഷത്തിൽ നിൽക്കുന്നയാള് നോട്ട് സിംപ്ലി എ മാൻ, ഹി ഈസ് ദ സൺ ഓഫ് ഗോഡ്, ഹി ഈസ് ദ മസ്സായ. പ്രവാചകന്മാർ നൂറ്റാണ്ടുകളായി പ്രവചിക്കുന്ന ഈ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ഞങ്ങൾ ഈ വ്യക്തിത്വത്തിൽ കാണുന്നത്. അപ്പൊ അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി യേശുവിൻ്റെ വ്യക്തിത്വം, ആ ട്രൂ ഐഡന്റിറ്റി. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. ഐഡന്റിറ്റി അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഇത് ജഡരക്തങ്ങളല്ല, എൻ്റെ പിതാവ് നിനക്ക് തന്ന വെളിപ്പാടാണ്. മറ നീക്കി ഇതാരാണ് എന്ന് പിതാവാം ദൈവം പത്രോസിന് വെളിപ്പെടുത്തുകയാണ്. എന്നാലും ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ട്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഈ വെളിപ്പാട് പറഞ്ഞ പീറ്ററിനും ശിഷ്യന്മാർക്കും ഉണ്ട്. 20-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. Why is that? വെളിപ്പാടാണെന്നല്ലേ അങ്ങ് പറഞ്ഞത്? അതെ, പിന്നെ എന്താ ഞങ്ങൾക്കിത് പ്രസംഗിച്ചു കൂടാത്തത്? ഇത് വളരെ ശ്രദ്ധിക്കണം, ചിന്തിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അവരിത് പോയി പ്രസംഗിക്കുന്നതിന് മുമ്പ്, അതായത് യേശു മശിഹയാണെന്നുള്ള ഈ വെളിപ്പാട് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അർത്ഥമെന്താണ് എന്നവർ കുറച്ചുകൂടെ ഗ്രഹിക്കണം എന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പാസ്റ്റർക്ക് അതെങ്ങനെ അറിയാം? താഴോട്ടുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഞാനത് മനസ്സിലാക്കിയത്. അവർക്കെല്ലാം അറിഞ്ഞുകൂടാ. സ്തോത്രം. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും ക്രൂശ് വേണ്ട, ലോകത്തിൻ്റെതായിട്ടുള്ള സുഖസൗകര്യം ശിഷ്യന്റെ ഉള്ളിൽ കയറുമോ? മശിയാണ്, പക്ഷെ മശിയയുടെ ദൗത്യം എന്താണ്? മശിയായെ അനുഗമിക്കുന്നവർ എടുക്കേണ്ട നിലപാടെന്താണെന്ന് അറിയത്തില്ലെങ്കിൽ യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയാം, പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീവിതം ഉണ്ടാകത്തില്ല. ഇറ്റ് ഈസ് വെരി സീരിയസ്. കർത്താവ് ഇവിടെ കൽപ്പിക്കുകയാണ് 20-ാം വാക്യത്തിൽ, അവിടുന്ന് മശിയാണെന്ന് ആരോടും പറയണ്ട. അതിന്റെ കാരണം യഹൂദ മതയനുസാരികൾ, അവരുടെ നേതാക്കന്മാർക്കൊക്കെ മശിയായെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് മശിയാണ്, ഇവർക്ക് വെളിപ്പാടുണ്ട്. മശിയ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് നൂറ്റാണ്ടുകളായി റബ്ബിമാരവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണ യഹൂദന്മാരുടെ എല്ലാം അകത്തിരിക്കുന്നതാ, ശിഷ്യന്മാരുടെ അകത്തിരിക്കുന്നതാണ്. അതുകൊണ്ട്
ഇതാണ് മെഷിയ. നിങ്ങൾ ഈ മെഷിയായെ അനുഗമിക്കുന്ന ഇപ്പൊ പോയി പ്രസംഗിച്ചാൽ അവര് മറ്റൊരു ചിന്ത, മെഷിയായുടെ ദൗത്യം ക്രൂശ് മരണവും സഫറിങ്ങുമാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. വേറൊരു ദൂത് പ്രചരിപ്പിക്കും. ഇതാണ് പല ദൂതുകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അതിന്റെ കാരണം ഇതാ. Why is not the pure gospel is not being preached? ജീസസിനെയല്ലേ ഉയർത്തുന്നത് ആണ്, പക്ഷെ ജീസസിന്റെ ദൗത്യം ഇപ്പോഴത്തെ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ വിലക്കുന്നത്. യേശുവിന്റെ ദൗത്യം കർത്താവ് വിവരിക്കുമ്പോൾ അത് പൂർണ്ണമായും അവരുടെ ചിന്തകളിൽ നിന്ന് വിപരീതമായി നിൽക്കുന്നു. അവരുടെ ചിന്തയിൽ മശിയ വരുമ്പോൾ ഒരു പട്ടാള മേധാവിയായിരിക്കും, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അവരെ ഇപ്പോൾ ഭരിച്ച് കൺട്രോൾ ചെയ്യുന്ന ജാതീക സർക്കാരായിരിക്കുന്ന റോമൻ സർക്കാരിനെ അട്ടിമറിച്ച് ദൈവരാജ്യം അക്ഷരീകമായി സ്ഥാപിക്കും. ദൈവത്തിന്റെ ഭരണം അക്ഷരീകമായി വന്ന് യേശു രാജാവായി യെരുശലേമിൽ ഇരുന്ന് വാഴും. അപ്പൊ നമ്മുടെയൊക്കെ എന്താണ്? ഇതാണ് തലയ്ക്കകത്തിരിക്കുന്നത്, ഇതാണ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. 20-ാം വാക്യത്തിൽ യേശു പറയാണ്, ഇപ്പൊ പറയണ്ട, കാരണം പറഞ്ഞാൽ വെളിപ്പാടൊന്നും ശരിയാണ്, ദിസ് ഇസ് ദ മസായ. പക്ഷെ മസായയുടെ ദൗത്യത്തെ കുറിച്ച് പൂർണ്ണമായി അറിയത്തില്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഇതാണ് ഇന്ന് പലയിടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ അടുക്ക വന്നാൽ ഏതാണ്ട് കിട്ടും. എന്ത് കിട്ടും? വലിയ കാർ മേടിക്കും, ബസ് മേടിക്കും. അതിനാണ് യേശു വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദിസ്? 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു വിശദീകരിക്കുകയാണ് യേശു എന്തിനാ വന്നെന്ന്. അതവർ പഠിക്കണം. അപ്പൊ ഇവിടെ അങ്ങ് ക്ലിയർ ആക്കുക. അതിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞിട്ടില്ല എന്നല്ല, നേരത്തെ സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ഇത് പച്ചയ്ക്ക് പറയുകയാണ്. 3 തവണയാണ് പാഷൻ പ്രെഡിക്ഷൻസ്. പക്ഷെ ഇവർക്ക് 3 തവണയും മനസ്സിലാകുന്നില്ല. ഒടുവിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് പറഞ്ഞവരുടെ ബുദ്ധിയെ തുറന്നെന്ന ലൂക്കോസ് 24:44 പറയുന്നത്. 44-ഉം 45-ഉം കൂടെ ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇത് 1-ാമത്തെ പാഷൻ പ്രൊഡിക്ഷന്. അന്നു മുതൽ വെളിപ്പാട് കിട്ടിയവരോട്, യേശുവിന്റെ ദൗത്യം അറിയാത്തവരോട് he is explaining why he came, the mission of the Messiah. അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. യേശു ഇങ്ങനെ വന്ന് കഷ്ടം അനുഭവിച്ച് ക്രൂശിൽ കയറി മരിക്കണം, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകണം, മനുഷ്യൻ രക്ഷയിലേക്ക് വിടാൻ ദിസ് ഇസ് വാട്ട് ഹി ഹാസ് ടു ഡു. ജീസസ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് മറഞ്ഞിരിക്കുക. കർത്താവ് സഫർ ചെയ്യണം, കർത്താവിനെ ആളുകൾ തിരസ്കരിക്കും, കർത്താവ് മരിക്കണം, പക്ഷെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. വളരെ ആഴമുള്ള ആത്മീക സത്യങ്ങൾ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇത് നേരത്തെ പത്രോസിനും സംഘത്തിനും അറിഞ്ഞുകൂടാ. പിതാവാം ദൈവം പുത്രനായ യേശുക്രിസ്തുവിനെ അയച്ചതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഇതാ. 1-2 അത്ഭുതങ്ങൾ ചെയ്തേച്ച് പോകാനല്ല, to die for the sin of the world. അത് ലോക സ്ഥാപനത്തിന് മുൻപ് പ്രിപ്പയർഡ് ആയിരിക്കുന്ന കാര്യമാണ്. ഈ പ്രധാന ദൂത് they have not understood. Have we understood? ഇംഗ്ലീഷിലെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാനൊന്ന് വായിക്കാം.
2 പ്രാവശ്യം ഒരു വാക്ക് ആവർത്തിച്ചിട്ടുണ്ട്. From that time on, Jesus began to explain to his disciples that he must go to Jerusalem and suffer many things at the hands of the elders, the chief priests, and the teachers of the law, and that he must be killed and on the third day be raised to life. A must. It's a divine imperative, absolute necessity. He came for that. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു പ്ലാനിന് പ്ലാൻ ബി ഇല്ല, ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഇല്ല. ഹി മസ്റ്റ് ഡൈ. യേശു ദൈവത്തിന്റെ പുത്രനാ. ഇറ്റ്സ് ഗുഡ്, വെളിപ്പാടാണ്. വാട്ട് അബൌട്ട് ദിസ്? ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങളോട് പറയാം, ദിസ് മസ്റ്റ് ഹാവ് ഷോക്ക്ഡ് ദ ഡിസൈപ്പിൾസ്. എന്തോ ഈ പറയുന്നേ? എടാ, ഞങ്ങൾ ഇതെല്ലാം കൂടെ വിട്ടിട്ട് ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി, ഞങ്ങൾ ദൈവരാജ്യം പ്രസംഗിച്ചു. ഇറ്റ് വാസ് സോ വണ്ടർഫുൾ. ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, കാരണം യോഗം കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചാപ്പാടുമുണ്ട്. അപ്പൊ ഹങ്കർ സാറ്റിസ്ഫൈഡ്, ശുശ്രൂഷ ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ വാട്ട് ഈസ് ദിസ്? I will die, be raised from the dead. They can't understand. സ്തോത്രം. ഇത് ദൈവത്തിന്റെ അൺഓൾട്ടറബിൾ പ്ലാൻ ആണ്. അത് ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ ഇറ്റ് വാസ് സെറ്റ് ഇൻ മോഷൻ. ഇവിടെ കർത്താവിന്റെ ആ ഫുൾ എക്സ്റ്റെൻഡ് മിഷന്റെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ശരിക്കും ഇതൊക്കെ പഴയ നിയമത്തിൽ തന്നെ ഉണ്ട്. യെശയ്യാ പ്രവചനം 53 മെസ്സിയാനിക് പാസേജ് ആണ്. അവിടെയൊക്കെ മസിയ വരുമ്പോൾ കഷ്ടാനുഭവങ്ങളിൽ കടന്നു പോകണമെന്നൊക്കെ ഉള്ളത് വളരെ ക്ലിയർ ആയിട്ട് പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. എന്തോ യഹൂദൻ ഇത് മനസ്സിലാകത്തില്ല. He is blind to that. മസിയാണോ? അങ്ങനാണെങ്കിൽ അക്ഷരികമായി, ഭൗതികമായി, ഫിസിക്കൽ വേൾഡിൽ ദ കിങ്ഡം ഓഫ് ഗോഡ്, ഇതാണ് അവരുടെ കൺസെപ്റ്റ്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ പ്ലീസ് ഇപ്പൊ പറയണ്ട, സമയമായിട്ടില്ല. ആൻഡ് ഹീസ് ഓപ്പണിംഗ് ദെയർ ഹാർട്ട്സ്. കർത്താവ് മരിക്കണം. ഹി മസ്റ്റ് ഡൈ. ആ മരണത്തിന് ശേഷം 3-ാം ദിവസം ഹി മസ്റ്റ് ബി റൈസ്ഡ് ഫ്രം ദ ഡെഡ്. 22-ാം വാക്യം ഒരു ചിന്തകൻ പറഞ്ഞത് അത്ര സ്നേഹവും സൗഹൃദവുമായിരുന്നു, ഇങ്ങനൊന്ന് പറയാൻ ഒക്കുമല്ലോ എന്നാ. അപ്പൊ അത് ഞാൻ ഇപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. പറഞ്ഞത് ശുദ്ധ അബദ്ധമാണ്. പക്ഷേ പത്രോസിന്റെ ആ റെസ്പോൺസ് യഹൂദന്മാരുടെ മശിയാനിക് പ്രതീക്ഷയാണ് ഈ പറയുന്നത്. യേശു മശിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ശിഷ്യനാണ്. നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്താണ്. യേശു ദൈവമാണെന്ന് ഇവിടെ ആർക്കും കൺഫ്യൂഷൻ ഇല്ല. യേശു എന്തിനു വന്നു എന്നത് മനസ്സിലായാൽ യേശുവിനെ അനുഗമിക്കുന്നവരും ആ പാതയിലാണ് പോകേണ്ടത്. അല്ലെങ്കിൽ we will have eternal loss. പത്രോസ് അവനോട് വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അനുഗമിക്കാൻ, പുറകെ നടക്കാനാണ് തീരുമാനമെടുത്ത് വന്നത്. ഇപ്പോൾ മുൻപിൽ നടക്കുക, ശാസിച്ചു തുടങ്ങി. ഇതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. കർത്താവ് ഈ പറയുന്ന കാര്യം പത്രോസ് വിശ്വസിക്കുന്ന കാര്യമല്ല, അതിന് ഘടകവിരുദ്ധമാണ്. അതാണ് കർത്താവിനെ ഈ കൊണ്ടുപോയി ശാസിക്കുന്നത്. ഇത് മശിയാണെങ്കിൽ എന്തിനേയും മരിക്കുന്നത്? ദാവീദിന്റെ സിംഹാസനത്തിൽ ഭരിക്കണം. Why you want to die? ഞാൻ സൂചിപ്പിച്ചതുപോലെ ബാക്കിയുള്ള 11 ശിഷ്യന്മാരുടെയും അഭിപ്രായം ഇത് തന്നെ ആകാനാണ് സാധ്യത. പത്രോസ് അവരുടെ നേതാവ് എന്ന നിലയിൽ ഇത് പറയുകയാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. 23-ാം വാക്യം കർത്താവ് എന്താ ചെയ്തത്? കർത്താവിന്റെ റെസ്പോൺസ്. അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഒരു അല്പസമയം നിൽക്കണം. കട്ടി വാക്കുകളാണ് കർത്താവ് ഉപയോഗിക്കുന്നത്.
മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇത് തന്നെ കർത്താവ് പിശാചിനോട് നേരിട്ട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ. അതേ കാര്യമാണ് പീറ്ററിലൂടെ ഈ സജഷൻസ് ശത്രു കൊണ്ടുവരുമ്പോൾ കർത്താവ് പറയുന്നത്. എന്നിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 4:13 40 ദിവസം മരുഭൂമിയിൽ കർത്താവിനെ പിശാച് പരീക്ഷിച്ച് കഴിഞ്ഞ് കർത്താവ് ഈ പരീക്ഷണമെല്ലാം ജയിച്ചു കഴിഞ്ഞ് സാത്താനെ തോൽപ്പിച്ച് കഴിഞ്ഞ് എന്താ 13-ാം വാക്യം? അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അല്ലാതെ എന്നേക്കും പോവുകയല്ല, നിരന്തരമായി കർത്താവിനോട് പോരാടി. കർത്താവിനോട് പോരാടിയതിലെ ഒരു പ്രധാന വിഷയം ഇതാണ്: ക്രൂശ് വേണ്ട, ക്രൗൺ വിത്തൗട്ട് ക്രോസ്. ഇപ്പം തിരഞ്ഞെടുത്ത ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശിഷ്യനിലൂടെ അതേ സജഷനാണ്. നമ്മളിപ്പോ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നവരാണോ? നമുക്കും ഇതാണ് ഉണ്ടായത്, പക്ഷെ നമുക്കത് മനസ്സിലാകുന്നില്ല. നമുക്ക് വിസയുടെ കാര്യവും വണ്ടിയുടെ കാര്യവും നമുക്കിതേ മനസ്സിലാകുന്നുള്ളൂ. അപ്പൊ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. It is a very dangerous situation. പീറ്റർ കണ്ടോ ഇളകിയത്? ഞാൻ ആത്മപൂർണൻ എന്താണ്? He is spirit filled. ഒരു നിമിഷം വെളിപ്പാട് പറയുന്ന, അടുത്ത നിമിഷം പിശാചിന്റെ മൗത്ത് പീസ് ആകുന്നു ശാസിച്ച് കർത്താവ്. എല്ലാവരും പറയുന്നത് ശ്രദ്ധിക്കണം. വെളിപ്പാട് പറഞ്ഞ ആള് അടുത്ത നിമിഷം പറയുന്നത് ഭയങ്കര ഒരു പോരാട്ടമാണ്. പിതാവിന്റെ ഹിതത്തിന് അനുസരണക്കേട് കാണിക്കാനുള്ള പരീക്ഷണമാണ്. Immediately Jesus, who was spirit filled, discern ചെയ്തു, പരസ്യമായിട്ട് അവനെ ശാസിച്ചു, സാത്താനെ എന്നെ വിട്ടുപോകും. ഇപ്പൊ പിശാചാണ് പത്രോസ് എന്ന് പറയുന്ന ഈ ശിഷ്യനെ പ്രോംപ്റ്റ് ചെയ്യുകയാണ് ഒരു ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പോകാൻ. കർത്താവ് പിതാവിന്റെ ഹിതത്തെ ചെയ്യുന്നതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ സാത്താന് വേണ്ടി പത്രോസ് സംസാരിക്കുകയാണ്. നിങ്ങളുടെ നാം അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? സൂക്ഷിച്ചില്ലേ, ചിലപ്പം നമ്മുടെ വാക്കുകൾ അങ്ങനെയായി മാറും. You have to be so careful. വിഷയത്തിൽ നിന്ന് അല്പം വിട്ടാണെങ്കിലും ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴും തംസപ്പ് കാണിക്കുന്നത് എന്തിനാണ് ഈ തംസപ്പ് ഇടുന്നതെന്നുള്ളത്. ഓർ യു ബിക്കം ആൻ ഏജന്റ് ഫോർ ദ ഈവിൾ വൺ. ക്രിസ്ത്യൻ ലൈഫ് പ്രിയരെ സ്പിരിറ്റ് ഫിൽ ലൈഫാണ്. വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഒരാളെ തകർക്കാൻ നിങ്ങളുടെ വാക്ക് മതി, നിങ്ങളുടെ പെരുമാറ്റം മതി. നോയിക്കേ ഈ ടെംപ്റ്റേഷൻ. ആരുടെ ഏറ്റവും അടുത്ത ആള് പറയുന്നതൊക്കെ നല്ല കാര്യമാണ്. യോ അങ്ങനൊന്നും, ആ കൺസേൺ, ആ സ്നേഹം ഉടനെ നമ്മളായിരുന്നു എന്ത് പറയാ, ഏതായാലും ആരും സ്നേഹിച്ചില്ലെങ്കിലും ആ കുടുംബത്തിന്റെ സ്നേഹം എന്തിന് സ്നേഹിക്കുന്നു? യു ഡിസേൺ ദാറ്റ്. ചക്കരവാക്കും മുഖസ്തുതിയും കൊണ്ട് പറയാൻ വരുമ്പോൾ നമ്മൾ അതിനകത്താകും. ഈ ചില പൊങ്ങന്മാരുണ്ട്, വെറും പൊങ്ങന്മാർ. കൊച്ചമ്മേ അമ്മമ്മോ നീട്ടി വിളിച്ചാ മതി, പൊങ്ങൻ അത് മതി. അതുകൊണ്ടാ പൊങ്ങ പോലെ കിടക്കുന്നത്. യു ഡിസേൺ. ആ കോളിനകത്ത് തന്നെ ആ നീട്ട് കൂട്ടുമ്പോൾ വൈ ഈസ് ദാറ്റ്? യു ഡിസേൺ. Peter found himself in big time trouble. പിശാചിന് നല്ലതുപോലെ അറിയാം ഈ ക്രൂശിന്റെ വഴി യേശു എടുക്കുകയാണ്. യേശു യെരുശലേമിലേക്ക് പോകുന്ന അതിനാണ്. പിശാചിന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഇത് നടന്നാൽ ഹീസ് ഡിസ്ട്രോയിഡ്. അതിനാണ് പല സമയങ്ങൾ
ഈവൻ ജോൺ 6 വരുമ്പോൾ 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ജനമെല്ലാം കൂടെ കൂടിയിട്ട് എന്താ പറയുന്നത്? ഞങ്ങളുടെ നാട് ഭരിക്കണം. ക്രൂശിൽ നിന്ന് മാറ്റുക. And Jesus in Luke 9:51 പറയുന്നത്, he set his mind towards Jerusalem. എന്ത് വന്നാലും I will go do the will of my Father in heaven. എന്തൊരു പോരാട്ടമാ ഇത് നമ്മുടെ ജീവിതത്തിലുണ്ട്. on another level. നമ്മൾ അക്ഷരീയമായ ക്രൂശല്ല എടുക്കുന്നത്. അപ്പം ഈ ക്രൂശിനെ അവോയ്ഡ് ചെയ്യാനുള്ള ഈ ഒരു പരീക്ഷണം അത് വളരെ റിയലാണ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 22:42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ഗെത്സമന തോട്ടത്തിൽ കർത്താവ് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഉയർപ്പ് തുള്ളികൾ രക്തം പോലെ നിലത്ത് വീഴുന്നു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. എങ്കിലും എൻ്റെ ഇഷ്ടം നടക്കരുത്, എൻ്റെ ഇഷ്ടം നടക്കരുത്, എൻ്റെ ഇഷ്ടം നടക്കല്ല, അവിടുത്തെ ഇഷ്ടം നടക്കണം. ദ ക്രോസ്. കർത്താവ് പറയുന്ന മാത്യു 16:23 ഒന്നുകൂടെ വായിച്ചിട്ട് ഒരു വാക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം. എനിക്ക് ഈ കോണ്ടെക്സ്റ്റ് ഇത്രയും വിശദീകരിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം അപകടം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ശിഷ്യരാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. There may be blind spots. അതാണ് എൻ്റെ പോയിന്റ്. അതിനാണ് ഞാൻ ഈ കോണ്ടെക്സ്റ്റ് വിശദീകരിക്കുന്നത്. I am caught up in the context. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ. അടുത്ത കേട്ടോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. ഇടർച്ച എന്താണ് അതിനർത്ഥം? നീ എനിക്ക് ഇടർച്ചയാകുന്നു. ഇംഗ്ലീഷിൽ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. സാത്താന്റെ പക്ഷം പത്രോസ് ചേർന്നു, അവനൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്, ഇടർച്ചയാകാണ് കർത്താവിന്. ആ വാക്ക് സ്കാൻഡലോൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അത് ഈ മൃഗങ്ങളെയൊക്കെ ട്രാപ്പ് ചെയ്യുന്ന ഒരു ആനിമൽ ട്രാപ്പാണ്. ആ ട്രാപ്പിലെ ബെയ്റ്റ്, ആകർഷണീയമായ എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ ഈ ട്രാപ്പിൽ ഇടും കയറി കൊത്താൻ വേണ്ടി. ആ ബെയ്റ്റിന്റെ ആ പാർട്ട്, the part where the bait was placed, ആ ആനിമൽ ട്രാപ്പ്, ഇതാണ് ഇടർച്ചയാകുന്നു എന്ന് പറഞ്ഞാൽ ഒരാളിനെ നല്ല വർത്തമാനം പറഞ്ഞ് അവനെ ഇങ്ങനെ മോഹിപ്പിച്ച് ആകർഷിച്ച് കൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്യുക, ദൈവകൃപയിൽ നിന്ന് ഔട്ടാക്കി കളയുക. ആ വാക്കാണിത്, നശിപ്പിക്കുവാൻ വേണ്ടി. ഇതുപോലെ പിശാച് പത്രോസിനെ, കർത്താവിനെ ട്രാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. ഇതിനകത്ത് നിന്ന്, ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി മാറിക്കൊണ്ട് പറയാ, നമ്മളെ ഒക്കെ ഇങ്ങനെയാ ട്രാപ്പ് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, പൊങ്ങന്മാർക്ക് ഇത് മനസ്സിലാവില്ല. വീട്ടിൽ വന്ന് ഏതാണ്ട് അനുകൂലമായിട്ട് 2 കാര്യം പറയും. എനിക്കറിയാം, നമ്മളെ ആകുന്നു വേണ്ട, ഇത് അപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ആകും. ട്രാപ്പാണ്, സൂപ്പർ ട്രാപ്പാണ് എന്ന് പറഞ്ഞാൽ കൃപയിൽ നിന്ന് നീ പോകുകയാണ്, 2 കുടുംബത്തെ വലിച്ചുകൊണ്ടേ പോവുള്ളൂ. നീ എനിക്ക് ഇടർച്ചയാണ്. ആത്മനിറവുള്ളവർക്കേ മനസ്സിലാവൂ. ജഡത്തിൽ മാത്രം സഞ്ചരിക്കുന്നവർക്ക് ഇതെല്ലാം ആകർഷണീയമാണ്. കാരണം ആരെങ്കിലും പൊക്കിയാ പോകും. ബി വെരി കെയർഫുൾ ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ്. എന്നിട്ട് അടുത്ത വാക്ക്, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. പത്രോസിന്റെ ഈ ഫോളൻ ആ സിൻഫുൾ നേച്ചറില് മനുഷ്യരുടെ കാര്യം, കർത്താവിന്റെ കാര്യമല്ല, ദൈവത്തിന്റെ ഹിതമല്ല പ്രധാനം. സ്തോത്രം. അതുകൊണ്ടാണ് പിശാച് ഈ ശിഷ്യനെ ദൈവത്തിന്റെ ഹിതത്തിനെതിരായി ഉപയോഗിക്കുന്നത്. നമ്മൾ വളരെ സൂക്ഷിക്കണം. ഞാൻ എപ്പോഴും പറയും, പെന്തിക്കോസി വരുന്നതല്ല വിടുതൽ, ഈ ചർച്ച് വരുന്നതുമല്ല. ഇവിടെ വന്നാൽ യു ക്യാൻ ഹിയർ ദ കൗൺസിൽ ഓഫ് ഗോഡ്. പക്ഷേ ആത്മനിറവിലും ആത്മാവിന്റെ നടത്തിപ്പിലും അവരവരെ സൂക്ഷിക്കണം. ആ സ്വയത്തിൽ ആശ്രയിച്ച്
താൻ പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ കർത്താവിനെ ട്രാപ്പ് ചെയ്യുക. നല്ല കാര്യമാണ് പറയുന്നത്, പക്ഷെ പിശാച് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സമ്പൂർണ്ണ വഴികൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. നീ ദൈവത്തിൻ്റെതല്ല ഈ പറയുന്നത്, മനുഷ്യരുടെ കാര്യമാണ്. ആ ഫൈനൈറ്റ് സിൻഫുൾ മൈൻഡിൽ വന്ന കുറെ ആലോചനകളാണ് പറയുന്നത്. ദൈവത്തിന്റെ വഴികളാണ് സമ്പൂർണ്ണം. ദൈവത്തിന്റെ വഴികളാണ് ആത്മാവിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. 17-ാം വാക്യത്തിൽ പിതാവിന്റെ ഹിതത്തിന് തന്നെത്താൻ സമർപ്പിച്ചയാള് പിതാവിന്റെ ആ പെർസ്പെക്റ്റീവിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി. കർത്താവ് പറയുന്നത് ഞാൻ യെരൂശലേമിലേക്ക് പോയി കഷ്ടമൊക്കെ അനുഭവിക്കാൻ പോകാന്ന് 21-ാം വാക്യത്തിൽ പറയുന്നു. നമുക്ക് മനസ്സിലാകുന്നില്ല എന്തോ ഈ പറയുന്നത്. കാരണം മനുഷ്യരുടെ ആ ദൃഷ്ടിയിൽ എന്തോവാണിത്, പോയി മരിക്കാം, പിന്നെ മൂന്നാമത് ഇവിടെ ഇത്ര നല്ല യോഗം നടക്കുക ഇപ്പോൾ. What are you talking? I don't understand. സ്തോത്രം. പക്ഷേ പത്രോസ് പിന്നീട് വലിയ മാനസാന്തരമൊക്കെ ഉണ്ടായി. ഇത് അന്നേരത്തെ സന്ദർഭമായി. He was not always like that. പെന്തക്കോസ്ത് ദിവസം എഴുന്നേറ്റുന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ ക്രൈസ്റ്റ് സെന്റേർഡ്, ക്രോസ് സെന്റേർഡ് മെസ്സേജായി. നിങ്ങൾ ക്രൂശിച്ച യേശു. ലേഖനം എഴുതുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ he bore our sins on his body വെളിപ്പെട്ട് കിട്ടി. അപ്പൊ ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ട്. പക്ഷെ ചിലരെ നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാം. കാരണം എല്ലാം അറിയാം, പണ്ഡിതനാ, പണ്ഡിതൻ തെളിയിക്കും യേശു ദൈവമാണെന്നൊക്കെ. ഓക്കെ, ഗുഡ്. പത്രോസിനറിയാം, വെളിപ്പാടാണ്. കർത്താവ് തന്നെ പറഞ്ഞു യു ഗോട്ട് റെവലേഷൻ. പക്ഷെ അറിഞ്ഞുകൂടാ, മിഷൻ ഓഫ് ദ മെസ്സയ അറിഞ്ഞുകൂടാ. ആൻഡ് ദാറ്റ് ഈസ് എ ബിഗ് ട്രാപ്പ്. റൂട്ട് വിട്ടുപോകും, നിത്യത നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കാര്യം മനസ്സിലായി വേറെ റൂട്ടിലാണെങ്കിൽ യു വിൽ ബി ഔട്ട് ഓഫ് ദ പിക്ചർ. എന്റെ പ്രിയരെ, ഇത് വളരെ സീരിയസ് ആണ്. ഇറ്റ് ഈസ് വെരി സീരിയസ്. ഒരുപാട് പേരുടെ ഒരു ഇത്, ഞാൻ ഇങ്ങോട്ട് കൈപൊക്കി ഏതാണ്ട് പറഞ്ഞു, സ്നാനപ്പെട്ടു, ഇനിയൊന്നുമില്ല. അതല്ല ക്രിസ്ത്യാനിറ്റി. യെസ്, ജസ്റ്റിഫിക്കേഷൻ ഈസ് ബൈ ഫെയ്ത്ത്, പക്ഷേ ഇറ്റ് വിൽ കോസ്റ്റ് യു എവ്രിതിങ്. ആത്മരക്ഷ സൗജന്യമാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിനി നിങ്ങളുടേതെന്ന് പറയാൻ ഒന്നുമില്ല. അതാണ് ക്രിസ്ത്യാനിറ്റി. It is the way of the cross. യോ അങ്ങനെ ഒന്നോ പാസ്റ്ററെ, അങ്ങനെ അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി. അല്ലാതെ എന്താ താൻ പാതി ദൈവം പാതി, അങ്ങനെ ഒരു സമ്പ്രദായമില്ല. You come under the lordship of Jesus Christ. He is everything. ഡ്രൈവർ സീറ്റിൽ കർത്താവ് ഇരുന്ന് വണ്ടി ഓടിക്കുക, നമ്മൾ അപ്പുറത്തും പുറകിലൊക്കെ ഇരുന്ന്, പിന്നെ നമ്മുടെ കയ്യിലല്ല വണ്ടി, കഴിഞ്ഞു. അതായി രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ സീറ്റിൽ കർത്താവ്, ലോർഡ്ഷിപ്പ്. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടോ. ഒരുപാട് പേരുടെ മനസ്സിലിരിക്കുന്നത് കുറെ വാക്കുകൾ പറഞ്ഞാൽ രക്ഷിക്കപ്പെടും, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. അതല്ല ക്രിസ്ത്യാനിറ്റി. ഇത് കഴിഞ്ഞ് 24-ാം വാക്യത്തിൽ മത്തായി 16:24 പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ. എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷത്തിന് മുമ്പ് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഇതേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. 2 വർഷത്തിന് മുമ്പ്. മത്തായിയുടെ സുവിശേഷം ഇത് സെയിം കാര്യം തന്നെയാണ്. നോക്കിക്കേ, ഇവിടെ പറയുന്നത് ഞാനത് പെട്ടെന്ന് അങ്ങ് പറയാം. യഥാർത്ഥത്തിൽ രക്ഷിക്കുന്ന വിശ്വാസത്തിൽ 3 ഘടകങ്ങളുണ്ട്. എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ, എങ്ങനെ ഇച്ഛ വന്നത്? യേശു ആരാണെന്ന് ബോധ്യമായി യേശുവിൻ്റെ പുറകെ പോകാൻ ആഗ്രഹിച്ചാൽ 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ രക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. 1, സെൽഫ് ഡിനയൽ, തന്നെത്താൻ നിഷേധിക്കണം. 2, നാൾത്തോറും ക്രൂശ് എടുക്കണം. 3,
യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞ സമ്പൂർണ്ണ സമർപ്പണം. ഈ തന്നെത്താൻ നിഷേധിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ഏതാണ്ട് വേറെ ഒരു കാറ്റഗറി ക്രിസ്ത്യാനികളുണ്ട്, അവരൊക്കെ സൂപ്പർ ക്രിസ്ത്യാനികൾ, വലിയ ആഴങ്ങളിലൊക്കെ. ഒരാഴമല്ല, എല്ലാവർക്കും ഉള്ള ദൂതാണിത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ, നിങ്ങൾ ദൈവകൃപയിലാണോ, ഇതാണ് ജീവിതം. ബാക്കി ഉള്ള ജീവിതം നിങ്ങൾ സ്വയം വഞ്ചനയിലാണ്. ഞാനിത് തെളിച്ച് നിങ്ങളോട് പറയാണ്, കാരണം നിങ്ങളിൽ ഒരാളുടെ രക്തം എന്നോട് ചോദിക്കുകയില്ല. സ്വയം you are deceiving yourself by coming out of the lordship of Jesus Christ. ഇതെല്ലാവർക്കും ഉള്ള ജീവിതമാണ്. നോക്കിയ 3 പ്രധാന ക്രിയാപദങ്ങൾ: നിഷേധിക്കുക, ക്രൂശ് എടുക്കുക, അനുഗമിക്കുക. ഈ 3 കാര്യവും ഒരു കാര്യത്തെക്കുറിച്ചാണ്, വ്യത്യസ്ത നിലകളിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ഞാൻ വിശദീകരിക്കുന്നില്ല. തന്നെത്താൻ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ആരാരെ നിഷേധിക്കണം? എൻ്റെ പുതിയ ലൈഫ്, പഴയ ലൈഫിനെ നിഷേധിക്കണം. പഴയ ലൈഫ് എന്നും എന്നെ നിയന്ത്രിക്കാൻ ഉള്ളിൽ ഇരുന്ന് ശ്രമിക്കും. ഐ സേ നോ ടു ഇറ്റ് ഡെയിലി. എൻ്റെ ഇഷ്ടം നടക്കരുത്. അപ്പൊ പിള്ളേരുടെ വിദ്യാഭ്യാസം എൻ്റെ ഇഷ്ടം നടക്കരുത്. വണ്ടി മേടിക്കണം, എൻ്റെ ഇഷ്ടം നടക്കരുത്. ഒരു കാര്യത്തിന് എൻ്റെ ഇഷ്ടം നടക്കരുത്. അല്ല, എനിക്കങ്ങ് ഇഷ്ടമാണ്, ഞാൻ വരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ സാധിപ്പിക്കണമെന്ന്. അത് ക്രിസ്ത്യാനിറ്റിയുടെ പ്രാർത്ഥനയല്ല. അറിയത്തില്ലെങ്കിൽ പഠിക്കുക. ഞാനിത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതിനകത്തോട്ട് കയറത്തില്ല. കാരണം എന്താ? ബാക്കിയുള്ളവന്മാരെല്ലാം പറയുന്നത് എന്താ? നീ പിടിച്ചു വെച്ച് പിടിച്ചു വെച്ച് ശാസിച്ച് പ്രാർത്ഥിയില്ല, അത് അറിയത്തില്ല നിനക്ക്. നമ്മുടേതെന്ന് പറയാൻ ഒരു ലൈഫില്ല. നാം നമ്മെ തന്നെ സമ്പൂർണമായി കൊടുത്തു. ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി. ഞാനൊരു കാര്യം പറയാം, രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോളി. മനസ്സുണ്ടെങ്കിൽ വന്നാൽ മതി. ഇതിനകത്ത് വന്നാൽ ദിസ് ഇസ് ദ ഡിമാൻഡ് ഓഫ് ദ ഗോസ്പൽ. ഇത് അവിശ്വാസികൾ കേൾക്കുന്നുണ്ട്, ശിഷ്യന്മാരോട് പറയുന്നത്. അല്ലല്ല, നമുക്ക് പ്രത്യേക ഒരു ഹോൾ എടുത്ത് അവരോട് മാത്രം രഹസ്യത്തിൽ. നോ നോ നോ, അവരും കേൾക്കട്ടെ. കർത്താവ് ആരെയും വഞ്ചിക്കുന്നില്ല. പത്രോസിന് ഇപ്പോൾ ഒരു പ്രശ്നം, ക്രൂശ് വേണ്ട. കർത്താവ് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ക്രൂശിക്കപ്പെടാൻ പോവുക. എന്നിട്ട് പറഞ്ഞ എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഇപ്പൊ നമ്മൾ വായിച്ച്, എടാ എനിക്ക് മാത്രമല്ല, എൻ്റെ പുറകെ വരുന്ന നിനക്കും ഉണ്ട് ക്രൂശ്. തന്നെത്താൻ നിഷേധിക്കുന്നതാണ് ക്രൂശ്. ക്രൂശ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഓഡിയൻസിന് അറിയാം, ഹീസ് കോളിംഗ് അസ് ടു ഡൈ. എന്തിന്? ഈ സ്വയ താല്പര്യത്തിന്, ഈ സെൽഫിഷ് ഇൻട്രസ്റ്റിന് ഡൈ ഡെയിലി. എല്ലാ ദിവസവും മരിക്കണം. കാരണം ഇവൻ എല്ലാ ദിവസവും നിയന്ത്രിക്കാൻ ശ്രമിക്കും. ആൻഡ് ഫോളോയിങ് ക്രൈസ്റ്റ്, ടോട്ടൽ സബ്മിഷൻ ആൻഡ് ഒബീഡിയൻസ്. അപ്പൊ ടേക്കിംഗ് അപ്പ് ദ ക്രോസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിനയൽനെസ്, തന്നെത്താൻ നിഷേധിക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടെ റാഡിക്കലായി പറയുന്ന ഒരു ഭാഷയാണ്. ടു ഡൈ ടു സെൽഫ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിമിത്തം എതിർപ്പുകൾ വരട്ടെ, നാണംകേട് വരട്ടെ, കഷ്ടത വരട്ടെ, ഈവൻ ചില അവസരത്തിൽ ജീവൻ പോകേണ്ടി വന്നാലും റെഡി. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ ബൈബിൾ വായിക്കാതെ ഇങ്ങോട്ട് നോക്കിയാൽ, ഇങ്ങോട്ട് നോക്കാം മാമേ. ബൈബിൾ വായിക്കുക, ഇത് മനസ്സിലാകണം പാഠം. ഈ പാഠം വേറെയാ. ഞാൻ സ്വപ്നം കണ്ടു അടുത്ത വസ്തു കൂടെ കിട്ടുന്നതായിട്ട്. എടേ, ഇവിടെ വസ്തു ഒന്നും അല്ല വിഷയം, അത് വാങ്ങുവോ വാങ്ങാതിരിക്കുകയോ. വാട്ട് ഈസ് യുവർ ലൈഫ്? എന്നിട്ട് കൊണ്ടുപോയി 2 രൂപ കുഴിച്ചിടാൻ, അപ്പൊ അത് കിട്ടും. എന്ത് ഇതാ കർത്താവ് ഇങ്ങനെ നടക്കുകയായിരുന്നു, വസ്തുക്കൾ നോക്കി ഓരോ രൂപ വെച്ച് കുഴിച്ചിടാൻ. പൗലോസിന്റെയും പത്രോസിന്റെയും ഒക്കെ ജോലി ചെയ്തായിരുന്നു. ഇപ്പൊ നിങ്ങൾ ശരിയാ പാസ്റ്റർ, ശരിയാ ചിരിക്കുന്നു. അന്നേരം പറയുമ്പോ അടിച്ച് ജീവിതം ഇതാ. വസ്തു കിട്ടത്തില്ലെന്നല്ല പറഞ്ഞത്, ദൈവഹിതമാണ് അത്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി. ദൈവഹിതമല്ലേ വേണ്ട, കാരണം ഞാൻ എന്നെ തന്നെ കൊടുത്തല്ലോ. ഞാൻ എനിക്കുള്ള സകലതും കർത്താവിന്റെ വക. തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും ക്രൂശെടുത്ത് കർത്താവിനെ
അനുഗമിക്കുക. 25-ാം വാക്യം. ഇതെല്ലാം കണക്റ്റഡാ കേട്ടോ, ഇത് കണക്റ്റഡാ. ഞാനത് പറയാം. ഇവിടെ കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ തന്നെ നിഷേധിക്കണം, ക്രൂശ് എടുക്കണം. കർത്താവിനെ അനുഗമിക്കുക, ഫോളോ എന്നൊക്കെ പറഞ്ഞാൽ അടിമച്ചന്തയിൽ നിന്ന് അടിമയെ വില കൊടുത്ത് വാങ്ങിയാൽ വീട്ടിൽ ചെന്ന് ഞാനൊന്ന് വിളിക്കുക എൻ്റെ കുടുംബം, വിളിയും പിന്നെ പറച്ചിലൊന്നുമില്ല. ചന്തയിൽ നിന്ന് മേടിച്ചവൻ്റെ ഇഷ്ടം മാത്രം, അത്രേ ഉള്ളൂ. ആ അർത്ഥം വരുന്ന വാക്കാണ് ഫോളോ, നോട്ട് ജസ്റ്റ് ഓൺ എ സൺഡേ. 25-ാം വാക്യം. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാനിച്ഛിച്ചാൽ അതിനെ കളയും. വാട്ട് എ പാരഡോക്സ്. ഒന്നോട് ശ്രദ്ധിക്കണേ, കർത്താവിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണേ. 24-ാം വാക്യത്തിന്റെ തുടർമാനമാണിത്. 24-ൽ പറഞ്ഞത് എന്താ? എന്നെ പുറകെ വരാനാണോ ആഗ്രഹം? തനത നിഷേധിക്കണം, ക്രൂശെടുക്കണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ സമർപ്പണം. ആ പാത ഇന്ന് മാറാനൊക്കത്തില്ല. അപ്പൊ ലെഫ്റ്റിൻ പറയും, ഞാൻ അങ്ങനെ നമ്മളൊക്കെ ഡീപ് കണ്ട. അതാണ് തൻ്റെ ജീവനെ രക്ഷിപ്പാൻ എന്ന് ഉദ്ദേശിച്ചത്. അതെന്താ? എൻ്റെ പൊന്നച്ചോ എല്ലാ ദിവസവും ഡായ്. നമുക്കൊരു ജീവിതമില്ലേ? പറയുന്ന കേട്ടാണ്, നമുക്കൊരു ജീവിതമില്ലേ? അപ്പൊ എല്ലാവരും കൂടെ കൂട്ടാ കരച്ചിലാവും. ശരിയാ മോളെ, ഒരു ജീവിതമില്ലേ? വരുന്ന പ്രവാചകനും അത് വേണേ പറയും, മകളെ നിനക്കൊരു ജീവിതമില്ലേ? അപ്പൊ ഞാന് ചിന്തിക്കുകയാണ്, ശരിയല്ലേ, നമുക്കും ഒരു ജീവിതമില്ലേ? ആശ്രമാർ ഇങ്ങനെയൊക്കെ വിരട്ടാൻ പലതും പറയും. നമുക്ക് കർത്താവിനെ വേണം, സ്വർഗത്തിൽ പോകണ്ടേ? അപ്പൊ ജീവിതമോ? ആ ജീവിതം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ കർത്താവിൻ്റെ കൂടെ നടക്കുകയാണ്. പക്ഷേ എനിക്ക് ക്രിസ്തുവിൻ്റെ നാമം നിമിത്തമുള്ള ആക്ഷേപം വേണ്ട, പരിഹാസവും നിന്നയും വേണ്ട, അടി ഉപദ്രവം വേണ്ട, കൊല്ലുന്നതോ. എൻ്റെ പൊന്നച്ചോ, മഞ്ഞു പെയ്യുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലുക. അപ്പൊ എന്താ? ഇഹലോകത്തിലെ എൻ്റെ ജീവിതം ഞാൻ നേടുക. മനസ്സിലാകുന്നുണ്ടോ? 25-ാം വാക്യം. 25 ഒക്കെ അണ്ടർലൈൻ ചെയ്യണേ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ എന്ന് പറഞ്ഞാൽ, ഐ വോണ്ട് ദ കംഫോർട്ട് സോൺ. ഐ വോണ്ട് ജീസസ്, of course, but I want my comfort zone. I don't want any slandering against me, any shame, suffering, no. തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ he will lose. രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ കളയും. അടുത്ത കേക്ക്. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിച്ചാൽ കളയും, കളഞ്ഞാൽ രക്ഷിക്കും. വാട്ട്സ് ദ മീനിങ്? തന്നെത്താൻ നിഷേധിച്ച് അനുദിനം ക്രൂശ് എടുത്ത്, എനിക്ക് അങ്ങനെ ക്രൂശ് ഒത്തിരി ഹെവിയാ, പറ്റത്തില്ല. സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കഷ്ടതയുടെയും ഞെരുക്കത്തിന്റെയും പരിഹാസത്തിന്റെയും നടുവിൽ എനിക്കത് പറ്റത്തില്ല. ഈ ലോകം, ഐ എം സേവിങ് മൈ ലൈഫ് ഇൻ ദിസ് വേൾഡ്. ഇപ്പോൾ നൗ ഐ എം സേവിങ് മൈ ഓൺ. യു വിൽ ലൂസ് എന്ന് പറഞ്ഞാൽ, ലിസൺ കെയർഫുള്ളി, നിത്യതയിൽ ദൈവത്തോടു കൂടിയുള്ള വാസം നഷ്ടപ്പെടുമെന്നർത്ഥം. ജോൺ 12:25. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. അത് കേൾക്കണേ, സെയിം പാരലൽ പാസേജ്. ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. അടുത്തത്, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ. അപ്പൊ ഇഹലോകത്തിലെ ജീവിതമാണ് സ്നേഹിക്കുന്നതെന്ന് പറയുന്നത്. ഇവിടെ പറയാ ഇഹലോകത്തിലെ, രണ്ടാം ഭാഗം പറയാ, ഇഹലോകത്തിലെ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഇവിടുത്തെ ലൈഫ് എനിക്ക് വേണ്ട, വിഷയമല്ല. I want to do the will of God. What is the will of God? തന്നെത്താൻ എൻ്റെ ഇഷ്ടം നടക്കരുത്. ക്രൂശ് എടുത്ത് അനുദിനം അനുഗമിക്കണം. ഈ ലോകത്തിൽ ക്രിസ്തു നിമിത്തം നിന്ദിച്ചോ, പരിഹസിച്ചോ, തുപ്പിക്കോ, അടിച്ചോ, കൊന്നോ വിഷയമല്ല. നിത്യജീവനായി നീ സൂക്ഷിക്കും. അങ്ങനൊന്നും അങ്ങനൊന്നും ഞാനങ്ങ് വലിയ റാഡിക്കൽ ക്രിസ്ത്യൻ ഒന്നുമല്ല. നമ്മൾ അങ്ങനങ്ങ് പോകരുത് ബ്രദറെ. അപ്പൊ ഈ ലോകം വേണം. You will lose.
ക്യാ സംജ? കുച്ച് നഹീ സംജ. ഇതാ പാഠം അങ്ങനെ. അപ്പൊ 25-ാം വാക്യത്തിൽ ജീവനെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എതിർപ്പ്, ലജ്ജ, കഷ്ടപ്പാട്, മരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിസ്തുവിന്റെ നാമ നിമിത്തം വന്നാൽ നോ, സോറി, അത്രയൊന്നും ഞങ്ങൾ അങ്ങനെയല്ലേ, നഷ്ടം വരും. നിത്യതയുടെ കാഴ്ചപ്പാടിൽ ലോസ്. അതിന്റെ അർത്ഥം എനിക്ക് ഭൂമിയിലെ മഹത്വം വേണം, ഇവിടുത്തെ എനിക്ക് കംഫർട്ട് വേണം, ഇവിടുത്തെ സുരക്ഷിതത്വം വേണം. മരിക്കാനൊന്നും ഞാൻ പറയാറില്ല, ഇവിടെ ഞാൻ സുരക്ഷിതനായി നിൽക്കണം. യു വിൽ ലൂസ്. നിങ്ങൾക്ക് ആഗ്രഹം കാണും, അങ്ങനെ അല്ല വചനം. എൻ്റെ ഗ്രീക്ക് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഗ്രീക്ക് അറിയത്തില്ല, മലയാളം പോലും ജോബിന് അറിയത്തില്ല. എനിക്ക് മനസ്സിലായത് എനിക്ക് പറയാനോ. കണ്ടോ, സേവിങ് എന്ന് പറഞ്ഞാൽ മരണമല്ല, സ്വീകാര്യത, മഹത്വം, ആശ്വാസം, സുരക്ഷ എന്നിവ പിന്തുടരുക എന്നതാണ് ഈ രക്ഷിക്കുമെന്നുള്ളതിൻ്റെ അർത്ഥം. When persecution comes because of the name of Jesus, I don't want that. I want the life here and the now. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടുണ്ടല്ലോ, വാനമേക്ക് വിശുദ്ധരെ ചേർക്കുവാനായി. പാട്ടുണ്ട്, കൈ അടിക്കുകയും ചെയ്തു. ഇതാ ലൈഫ്. പത്രോസ് ആടി നിൽക്കുക. അതാണ് എൻ്റെ വിഷയം. ഇത് നമ്മൾ അവിശ്വാസികളോട് പറഞ്ഞ് അവരെ വരുത്തുകയല്ല. വാട്ട് അബൌട്ട് യു ക്രിസ്ത്യൻ? അപ്പൊ നാം നമ്മുടെ ഇവിടുത്തെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുമ്പോൾ ലോകത്തിന്റെ നിന്ദയിൽ നിന്നും പരിഹാസത്തിൽ നിന്നും ക്രിസ്തു നിമിത്തം ഉണ്ടാകുന്ന എല്ലാവിധമായ കാര്യങ്ങളിൽ നിന്നും നാം സുരക്ഷിതത്വത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുമ്പോൾ റിയൽ ലൈഫ് ലോസ് ആകുകയാണ്. സ്തോത്രം. എന്നാൽ ഇവിടുത്തെ എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമ്പൂർണമായി ഞാൻ സമർപ്പിച്ചു. എന്ത് വേണേ വരട്ടെ. ശരിക്കും ആദ്യ ക്രിസ്ത്യാനികൾ ഇറങ്ങിയ സമയത്ത് അവർക്ക് നിന്ദയും പരിഹാസവും അടിയും ഉപദ്രവവും, അവരെ പലരെ കൊല്ലുകയും ചെയ്തു. നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ ഈസി അല്ലത്. പാരമ്പര്യ യഹൂദ മതത്തിൽ നിന്ന് 3000 പേർ പരസ്യമായിട്ട് വന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുന്നത് ഈസി അല്ല. ആ സമൂഹം അവരെ പുറത്താക്കും. They said, that's okay. ഞങ്ങളെ തന്നെ നിഷേധിക്കുന്നു. We take up the cross and we are following Jesus. Whatever happens, you will find life. Praise the Lord. ചാമാരെ, മമ്മോ, ഈ ഇരട്ടത്താപ്പോണ്ടെങ്ങും പോകത്തില്ല. മനസ്സിലായോ? നമ്മൾ ഈ സുവിശേഷം കേട്ടിട്ടില്ല. ഞാൻ നേരത്തെ ആയിരുന്ന സഭയിൽ ഇങ്ങനെ അല്ലായിരുന്നു. അതാണ് വിഷയം. നേരത്തെ ആയിരുന്ന സമയം എന്താ? ഞാൻ ആഞ്ഞ് കൈ അടിച്ച കാറ് വരുമായിരുന്നു. ഇവിടെ അതല്ല. ഇവിടെ യേശു പറഞ്ഞ വചനമാണ്. സ്തോത്രം. ഇവിടെ വെച്ചോ സ്തോത്രം പറയണം. ഇതാ മോനെ ക്രിസ്തീയ ജീവിതം. നിന്റെ മനസ്സിരിക്കുക ഇപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞല്ല, ഓക്കെ അല്ലടാ, നല്ല കാര്യമാണ് നീ ചെയ്തത്. രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ചു. പക്ഷെ കർത്താവിനെ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ എന്നാ? ആത്മരക്ഷ നിനക്ക് വല്ല മുടക്കുണ്ടോ? ഇവിടെ വലിയ മുടക്കുണ്ടോ? ഇല്ല. ഇനി മുടക്കണം. യേശുവിന്റെ പുറകെ പോയാൽ ഇത് നിന്ദയുടെ വഴിയാ, ഇത് പരിഹാസത്തിന്റെ വഴിയാ, ഇത് ക്രൂശിന്റെ വഴി. ജീസസ് ഈസ് ഗോയിങ് ടു ജെറുസലേം ആൻഡ് ദാറ്റ്സ് ദ പാത്ത് ദാറ്റ് വി ഹാവ് ടു ടേക്ക്. The principle of the cross. സ്തോത്രം. മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്? ഇല്ല, ഞാൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ഈ ഗൾഫിൽ ഒത്തിരി പേരുണ്ട്. ചിലപ്പോൾ ഇപ്പൊ എന്നെ ഓൺലൈനിലൊക്കെ കേൾക്കുന്നുണ്ട്. ആൻറ്റി എവിടെയാ, നാട്ടിൽ എവിടെയാ? നാട്ടിൽ ഞാൻ വരുമ്പം ഞാൻ എന്താ പിള്ളേരെയൊക്കെ കല്യാണം കഴിക്കണ്ടേ?
ഇതാണ് ഈ ഇരട്ടത്താപ്പ്. പെന്തിക്കോസിലുള്ളവർ ഇത് മനസ്സിലാക്കിക്കോണം. ഏതെങ്കിലും ഒരു പെന്തിക്കോസിൽ ചെന്ന് ഏതാണ്ട് രജിസ്റ്ററിൽ ഒപ്പ് വെക്കുന്നതല്ല. വാട്ട് ഈസ് യുവർ ലൈഫ്? ലെറ്റ്സ് ബി വെരി ക്ലിയർ, വെരി ഓണസ്റ്റ്. സ്വയവഞ്ചനയിലാകരുത്. ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചനയാ സ്വയവഞ്ചന. സ്തോത്രം. ഇത്രയും ഞാൻ പറഞ്ഞത് ആമുഖമാ. ഇനി 26-ാം വാക്യം. ഇന്ന് പോക്ക് നടക്കത്തില്ല. ബൈ ദ വേ, ഈ ചർച്ചിന്റെ ചരിത്രത്തിൽ ഒരു ദിവസം യോഗം 3 മണി വരെ പോയി. അന്ന് പ്രസംഗിച്ചത് പാസ്റ്റർ സാജു സൈമണാ. ചെമ്പമ്പ്ലാവ് നിൽക്കുന്നതിൽ വെച്ചായിരുന്നു ആ യോഗം. ഓർക്കുന്നുണ്ടാകും. ഇപ്പൊ തണ്ട് അവിടുത്തെ ആന്റിമാരൊക്കെ പറയുന്നു, അത് അന്നായിരുന്നു, ഞങ്ങൾക്ക് 40 വയസ്സേ ഉള്ളായിരുന്നു, ഇപ്പം കെലുകെലുക്കും. സ്തോത്രം. 3 മണി വരെ യോഗം പോയി. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? മോളെ ഇത് കേക്ക്. 25-ാമത്തെ ഒക്കെ വാക്യത്തിന്റെ വെളിച്ചത്തില് സേവിങ് വേൾഡ് യു വിൽ ലൂസ് ഇറ്റേണൽ ലൈഫ്. ഇത് കണ്ടോ? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് എന്ത്? എനിക്ക് നിന്നെയും പരിഹാസമൊന്നും വേണ്ട. സർവ്വലോകവും ഹൈപ്പർബോലെ ലാംഗ്വേജാ. അങ്ങനെ ഒരു മനുഷ്യനില്ല. ഇനി അങ്ങനെ ഒരാളുണ്ടെന്ന് ഇരിക്കട്ടെ. സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ, ഇംഗ്ലീഷിൽ ദ സോൾ, ദാറ്റ്സ് ദ റിയൽ പേഴ്സൺ. ശരീരമല്ല, എൻ്റെ ഉള്ളിലുള്ള സോൾ. ഞാൻ ഇവിടെ ക്രിസ്തുവിന്റെ നാമത്തെയും ദൈവത്തിന്റെ വചനവും സംബന്ധിച്ച് എനിക്ക് നാണംകേട് തോന്നി. ഈ ലോകമെല്ലാം വെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവ് കാണിക്കണം, നിന്റെ ആത്മാവ്, നിന്റെ സോള് എത്ര പ്രഷ്യസ് ആണ്. അത് നിത്യതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ ലോകത്തിലേതല്ല. ഇതെത്ര? ഈ ലോകത്തിലെ എത്ര? ഞാൻ നേടി, ഞാൻ ആരും എന്നെ പരിഹസിച്ചില്ല, ഒന്നുമില്ല, ഞാൻ കുറെ കള്ളത്തരമൊക്കെ കാണിച്ച് ഞാൻ വലിയ കമ്പനിയുടെ ഉടമയായി. ഇടം മോനെ, ഇത് 80 വർഷം വരെ അല്ല ഉള്ളൂ. ടെമ്പററി ഗെയിനിന് വേണ്ടി ഇറ്റേണൽ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷകർ നമ്മളെ വഞ്ചിക്കുകയാണ്. ഇവിടെ കിട്ടുമെന്ന്. ലെറ്റ്സ് ഗെറ്റ് ദിസ് വെരി ക്ലിയർ. സർവ്വലോകവും നേടിയിട്ട്, ദ ഹോൾ വേൾഡ് എന്ന് പറഞ്ഞാൽ പണം, പ്രശസ്തി, സുഖം, അധികാരം, ഇതല്ല. നിന്നെ ഒന്നുമല്ല എനിക്ക് ശരിക്കും ഡ്രാമ കളിക്കാൻ അറിയാം. എനിക്കിതെല്ലാം കൂടെ കിട്ടി. അപ്പോൾ തന്നെ ഞാൻ പെന്തിക്കോസിലുമാണ്. സർവ്വലോകവും, ടു ഗെയിൻ ദ ഹോൾ വേൾഡ്. ഇവിടുത്തെ അധികാരം, ശക്തി, പ്രതാപം, ഇതെല്ലാം. എന്നിട്ട് വാട്ട് വുഡ് ദാറ്റ് പ്രോഫിറ്റ് യു ഇഫ് യു ഫോർഫീറ്റഡ് യുവർ ഇറ്റേണൽ സോൾ? ആൻസർ എന്താ? അതിന് യേശു ചോദിച്ച ചോദ്യമാ. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. ആൻസർ: നത്തിങ്. എനിക്കൊരു ഗുണവുമില്ല. 70 അല്ലെ 80 വയസ്സ് വരെ ഞാൻ ഇതെല്ലാം കൂടെ പിടിച്ചുകൊണ്ടിരുന്നു. എന്നെ തന്നെ വഞ്ചിച്ചു. എൻ്റെ ഉള്ളിലെ സോള് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നോ റിയൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഐ ലോസ്റ്റ് ഇറ്റേണിറ്റി. വാട്ട് എ ബാർഗെയിൻ. ഇറ്റ്സ് ടോട്ടൽ ലോസ്. അയ്യോ ബിസിനസ്സുകാരെ, ഇതൊന്ന് കാണാൻ നിങ്ങളുടെ അകക്കണ്ണ് തുറക്ക്. You're fooling yourself, deceiving yourself. ബാക്കി എല്ലാ കാര്യത്തിലും ഭയങ്കര ബുദ്ധിയാണല്ലോ, ഇതെന്താ നോക്കാതെ? കുറഞ്ഞ പക്ഷം ചാകുമെന്നറിയത്തില്ലേ? എത്ര നാൾ ജീവിക്കും അറിഞ്ഞുകൂടാ. ഏറെയായാൽ 29,200 ദിവസം. അതാണ് ഞാൻ വലുതായിട്ട് ചിന്തിച്ചിരിക്കുന്നത്. എന്തിന്റെ വെളിച്ചത്തിൽ? ഒരു നിത്യത പറഞ്ഞ ബില്യൺസ് ആൻഡ് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ്. അത് വേണ്ടെന്ന് വെച്ച് ഇവിടുത്തെ സുഖസൗഖ്യം. യു മസ്റ്റ് ബി ക്രേസി, യു മസ്റ്റ് ബി മാഡ്. റിയലി? സുവിശേഷം വേണ്ട, യേശു വേണ്ട, പൂർണ്ണ ഹൃദയം വേണ്ട, നിത്യത വേണ്ട. എനിക്ക് ഇവിടെയാണ് വേണ്ടത്. എൻ്റെ രാജ്യം ഇവിടെ വേണം. യു ആർ ഔട്ട് ഓഫ് യുവർ മൈൻഡ്. മക്കളെ, ഇത് മനസ്സിലായോ? യേശുവിന്റെ വാക്കാ, അല്ല എബിയുപദേശിയുടെ വാക്കല്ലിത്. സത്യം ഇതല്ലേ?
നമ്മളെ വിട്ട് ഓരോരുത്തരായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. മരണം യാഥാർത്ഥ്യമല്ലേ? മരണാനന്തര ജീവിതമുണ്ടെന്നല്ലേ യേശു പഠിപ്പിച്ചത്? ധനവാനിൽ ലാസറും ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ആത്മാക്കൾ പോയില്ലേ രണ്ടും രണ്ട് സ്ഥലത്തോട്ട്? ഭൂമിയിൽ വെച്ച് അവരെടുത്ത തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ആ രണ്ട് സ്ഥലങ്ങൾ അലോട്ട് ചെയ്തത്. പിന്നീട് മാറ്റമൊന്നുമില്ല. ഭൂമിയിൽ വെച്ച് കർത്താവിന്റെ പിന്നാലെ പോവുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി വെളിപ്പാട് വേണം. എന്റെ ഇഷ്ടമല്ല, കർത്താവിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ. ആരെ കല്യാണം കഴിക്കണം? ദ വിൽ ഓഫ് ഗോഡ്. മക്കളെ ദൈവം ദാനമായിട്ട് തന്നു, അവരെ എങ്ങനെ വളർത്തണം? ദ വിൽ ഓഫ് ഗോഡ്. അവരെ ആരെ കൊണ്ട് കല്യാണം കഴിക്കണം? ദ വിൽ ഓഫ് ഗോഡ്. ഏത് ചർച്ചിൽ പോകണം? ദ വിൽ ഓഫ് ഗോഡ്. എന്റെ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത്? ദ വിൽ ഓഫ് ഗോഡ്. അല്ലാതെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. എന്ത്? വണ്ടി വരട്ടെ. ഒരുത്തൻ പറഞ്ഞതാ, കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. വല്ലോന്റെ മേഴ്സഡീസിലെങ്കിലും പോയി കൈവെക്കല്ലോ, അവൻ അടിച്ചു കളയവന്. കൈവച്ച് പ്രാർത്ഥിക്കാൻ. പിന്നെ ആരാണ്ട് പറയുന്നത് കേട്ട് ഗർഭം ധരിക്കാൻ. പൊന്നച്ചോ, മേഴ്സഡീസ് ഒക്കെ ഗർഭം ധരിച്ചാൽ വലിയ പാടാ പ്രസവിക്കാൻ. ഇതൊന്നും അല്ല കേട്ടോ. ഫോർത്ത് ഡയമെൻഷൻ. എന്ത്? ജീസസിന്റെ ഡയമെൻഷൻ മനസ്സിലാകുന്നില്ലല്ലോ. സ്തോത്രം. To gain the whole world, to lose one soul. എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. പിന്നെ ഹ്രസ്വകാല താൽക്കാലിക ലാഭമുണ്ട്. അതെന്താണ്? കുറച്ച് വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടത്തി ദൈവഹിതമല്ലാതെ നടന്നു. അപ്പോൾ തന്നെ ചീസ്. ചിലരുടെ അങ്ങനെ ചീസ്. എന്താണ് ഇനി ഞെട്ടുന്നേ? ജീസ് വിളിച്ചേച്ച് കർത്താവ് പറയുന്നതല്ലല്ലോ നടക്കുന്നെങ്കിൽ ചുമ്മാതെ ഷോൾഡർ ഇട്ട് ചാടിക്കാമെന്നേ ഉള്ളൂ. ചിലർക്ക് ഇങ്ങനെ ഈ ഷോൾഡർ ഇട്ട് രണ്ട് വെട്ടിരി വലിയ ആത്മീയമാണ്. യേശു ഇങ്ങനെ അല്ലായിരുന്നു ഗലീല വഴി നടന്നത്. മനസ്സിലായോ? പൗലോസ് ഇങ്ങനെ ചാടിച്ചു പോയി സഭകൾ സ്ഥാപിക്കുകയല്ലായിരുന്നു. ബി നോർമൽ. ആത്മീകരെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഇഷ്ടം ക്രൂശ് എടുത്ത് പിന്നാലെ നടക്കുന്ന. എൻ്റെ ഇഷ്ടം ഈ ഭൂമി വേണ്ട, എനിക്ക് യേശുവിന്റെ ഇഷ്ടം മതി. അങ്ങനെ ഉള്ള ഒരു ജനറേഷൻ ഈ സഭയിൽ എഴുന്നേൽക്കട്ടെ. വി ഹാവ് എവറിത്തിങ് ടു ഡു വിത്ത് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ ഇഷ്ടം വേണ്ടെന്ന് പ്രാർത്ഥിര്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. ലോർഡ്, നോട്ട് മൈ വിൽ ഇൻ എനിത്തിങ്. എനിക്ക് ഒരു അംബിഷനും ഇല്ലാത്ത ആളാണ്. യേശുവിനെ അനുഗമിക്കണം, യേശുവിനെ പ്ലീസ് ചെയ്യണം എന്നുള്ള അംബിഷൻ മാത്രം. ലോകപ്രകാരം നത്തിങ്. UK നിന്ന് ഒരു പ്രിയപ്പെട്ടവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. എല്ലാം അങ്ങനെ കണ്ടു. ജോ പാസ്റ്റർ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? അപ്പൊ പുള്ളി ഓർത്ത് വേറെ ഏതാണ്ട് മാളിക ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, അവൻ തോണ്ട് ആ മുറിക്കകത്ത, ഞാൻ എൻ്റെ ഈ മുറിക്കകത്താണ്. സ്തോത്രം. ദൈവഹിതമാണ് വീടുണ്ടാകട്ടെ. ദൈവമല്ല എനിക്ക് വേണ്ടതേ. But I want eternity. I want to be with him. യേശു ആരാന്ന് മനസ്സിലായോ? Give up everything for Christ. അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ ഇഷ്ടം. അതാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ നിത്യമായ നഷ്ടമുണ്ടാകും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് അവന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ. പക്ഷെ ഇപ്പം ഞാൻ ക്ലോസ് ചെയ്യും. അങ്ങോട്ട് ഇറങ്ങി പോകുമ്പം ആ അത്തിച്ചോട്ടിലോട്ട് ചെന്നാൽ മതി. എന്തായാലും കൈയ്യട്ടി വിചാരിച്ച എന്തായിരുന്നു, എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ, എങ്ങനെയുണ്ട് നല്ല ഒരു നുണ പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിക്കാം. അതൊക്കെ തിച്ചോട്ടിൽ. സ്തോത്രം. തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ ആ ജീവൻ എന്ന് പറയുന്ന സോളാണ്. ഇറ്റ് ലിവ്സ് ഫോർ എവർ. സ്തോത്രം. എന്നിട്ട് 26-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, അല്ല തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? നമ്മൾ ഈ തിരിഹിതമല്ലാതെ ചെയ്യുന്നതൊന്നും എക്സ്ചേഞ്ചായി ഈ സോളിനെ വീണ്ടെടുക്കുവാൻ കഴിയുന്നതല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗം മരണത്തിന് മാത്രമേ നിത്യമായ നമ്മുടെ സോളിനെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. ഒരു വാക്യം കൂടെ ലൂക്കോസ് 9:26 വായിക്കാം. ആരെങ്കിലും എന്നെയോ എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ഇവിടെ നാണിച്ചത് കൊണ്ടാ എനിക്ക് അപമാനം ഒന്നും വേണ്ട. നോ, I want my comfort zone here.
സർവ്വലോകവും നേടാൻ എനിക്ക് യേശുവിനെ വേണ്ട. കർത്താവ് വരുമ്പോൾ he will be ashamed of you. കണ്ണുകൾ ദിവസം അടയ്ക്കാം.